അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മളുടെ ഒരു സൂപ്പറായിട്ടുള്ള റെസിപ്പിയാണ് മുട്ടപ്പപ്പടം. അതായത് ചോറിന് ഒരു കറിയും ഇല്ലെങ്കിലും നമുക്ക് ഈ കറി മതിയാവുന്നതാണ്. അതിനുവേണ്ടി ഞാൻ പപ്പടം ഒരു പാക്കറ്റ്, അതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ 2 മുട്ട, ഒരു സവാള, ഒരു തക്കാളി, ഒരു പച്ചമുളക്. പപ്പടം ഞാൻ ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഈ ഒരു ഷേപ്പിലായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അരിഞ്ഞിട്ട് ഒന്ന് എണ്ണയിലൊന്ന് മൊരിച്ചെടുക്കണം. സവാള, തക്കാളി, പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം പാനിൽ ഓയിലൊഴിച്ച് പപ്പടം കുറേശ്ശെ മൊരിച്ച് പോരുന്നുണ്ട്. അങ്ങനെ 2-3 ട്രിപ്പായിട്ട് മൊരിച്ച് കോരിയിട്ടുണ്ട്. ഇനി അതേ എണ്ണ കുറച്ച് ബാക്കിയുണ്ടായി അതിലോട്ട് കടുക് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, അതായത് വലിയ ഉള്ളി നല്ലപോലെ വഴന്നതിന് ശേഷമാണ് തക്കാളി ഇട്ട് കൊടുക്കുന്നത്. തക്കാളി ഉള്ളി ഒരുമിച്ച് ഇട്ടാൽ പെട്ടെന്ന് വഴലൂല. അപ്പം ഉള്ളിയിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി, ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടി ഇട്ട്, കൂടുതൽ ഉപ്പിടണ്ട, പപ്പടത്തിന് ഉപ്പുണ്ടായതുകൊണ്ട്. അപ്പോൾ ഇനി തക്കാളിയും കൂടി ഇട്ടിട്ട് വഴറ്റുന്നുണ്ട്. നല്ലോണം വാടി വന്നതിന് ശേഷം ഒരു 3/4 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, ഇത്രയും പൊടികളാണ് ചേർത്തത്. നമ്മൾ കയ്യിലുള്ള പൊടികൾ ചേർത്താൽ മതി. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തു. സവാളയും തക്കാളിയും ഒന്ന് ഉടച്ചെടുത്തു. നമുക്ക് ആവശ്യത്തിന് കുറച്ചൊരു ചാറ് പരുവാണെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിക്കാം. ഞാനൊന്ന് വരട്ടിയെടുത്തതാണ്. അപ്പം ഇതിലോട്ട് പൊരിച്ച് വെച്ചിരിക്കുന്ന പപ്പടം ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ പപ്പടം ഇതിൽ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ 2 കോഴിമുട്ട ഇതിലോട്ട് പൊട്ടിച്ചൊഴിക്കണം. അപ്പം നടുവിൽ കുറച്ചൊരു ഹോളാക്കിയതിന് ശേഷം അതിലോട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ചോറിന് ഈ ഒരു കറി മാത്രം മതി. അപ്പം ഞാനിത് വീഡിയോ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എപ്പോഴും ഉണ്ടാക്കണം എന്ന് വിചാരിക്കും. പക്ഷെ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു 4-5 പപ്പടം മതിയാവുന്നതാണ്. ഒരു കോഴിമുട്ട വെച്ചാണെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ എനിക്ക് അത്യാവശ്യമുണ്ട്, കറിയുണ്ട്. അപ്പോൾ നമുക്കിത് പത്തിരിക്കാണെങ്കിലും ദോശക്കാണെങ്കിലും ചോറിനാണെങ്കിലും നല്ലൊരു കോമ്പിനേഷനാണ്. ആ മുട്ടയുടെ ടേസ്റ്റും ഉണ്ട്. നല്ലൊരു ചിക്കിയ പരുവത്തിലായതുകൊണ്ട് ഞാനിപ്പം അധികം ചാറാക്കാണ്ട് കുറച്ചൊരു വരട്ടിയെടുത്തതാണ്. നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമുക്കിതിൽ തേങ്ങ ചിരവതിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ ട്രൈ ചെയ്യാം.